കർത്താവിനെ അംഗീകരിച്ച് ക്രിസ്തുവിലേക്ക് കടന്നു വന്നു. എന്നാൽ കാലക്രമേണ അവർ വീണ്ടും അവരുടെ ജൂയിഷ് മതത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് ചിന്തിക്കുന്ന ഒരു സാഹചര്യം. ദേ ആർ അബൌട്ട് ദ വെഡ്ജ് ഓഫ് ബാക്ക് സ്ലൈഡിങ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ ലേഖനം എഴുതുവാൻ ഇടയായിത്തീർന്നത്. കർത്താവിനെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട്. വേദ പഠിതാക്കളുടെയിൽ വിവിധ കാര്യങ്ങൾ പറയാറുണ്ട്. പൗലോസ് എഴുതിയെന്നും അല്ല മറ്റ് പലരാണ് എഴുതിയതെന്നൊക്കെ പറയാറുണ്ട്. എനിവേ, അത് നമ്മുടെ ഇന്നത്തെ ചിന്ത അല്ലാത്തത് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുകയാണ്. ആരാണ് എഴുതിയതെങ്കിലും അതിമനോഹരമായ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ എബ്രായ ലേഖനം പഠിപ്പിക്കുവാൻ, അത് ബൈബിൾ സ്റ്റഡി ആയിട്ട് എടുക്കുവാൻ ദൈവം കൃപ നൽകി. ആ സമയത്ത് എന്നെ ഏറ്റവും സ്പർശിച്ച കാര്യമാണ് യേശുക്രിസ്തുവിനെ ഈ എബ്രായ ലേഖനത്തിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അതിമനോഹരമാണ്. ഇറ്റ്സ് സോ മാർവലസ്. വി ക്യാൻ സീ ദ പ്രസൻറ്റേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ബുക്ക് ഓഫ് ഹീബ്രൂസ്. സോ കുറച്ച് സമയം നമ്മൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ എങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് ചിന്തിക്കാൻ പോകുന്നു. 1-ാം അധ്യായം എബ്രായ ലേഖനത്തിൽ മാത്രമാണ് ഇന്ന് നമ്മുടെ ചിന്ത നിൽക്കുന്നത്. അതുകൊണ്ട് ആ ലേഖനം മാത്രം നിങ്ങളുടെ മുമ്പിലുള്ള ബൈബിൾ നിങ്ങൾ നോക്കുക. 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ, ചാപ്റ്റർ 1 വേഴ്സസ് 1 and 2. അവിടെ നമുക്കിങ്ങനെ കാണാൻ കഴിയും, ഹിസ് നെയിം ഈസ് എബവ് ഓൾ ദ പ്രോഫറ്റ്സ്. എല്ലാ പ്രവാചകന്മാരെക്കാൾ മുകളിലാണ് യേശുവിൻ്റെ നാമം. അങ്ങനെ ഒരു നാമത്തെ കർത്താവിൻ്റെ കൃപയാൽ അനുഭവിച്ചറിയാൻ നമുക്ക് കർത്താവ് കൃപ നൽകി. ആ കർത്താവിൻ്റെ നാമത്തിൻ്റെ വിശേഷത അത് തന്നെയാണ്. ഹിസ് നെയിം ഈസ് എബവ് ഓൾ നെയിംസ്. 2-ാമത്തെ പ്രത്യേകത 1-ാം അധ്യായത്തിൻ്റെ തന്നെ 4-ാമത്തെ വാക്യം. നിങ്ങൾ നോട്ട്സ് കുറിക്കുന്നുണ്ടെങ്കിൽ ആ വാക്യങ്ങൾ എഴുതി വയ്ക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ചാപ്റ്റർ 1 വേഴ്സ് 4 നമുക്കവിടെ കാണാൻ കഴിയും, ഹിസ് നെയിം ഈസ് എബവ് ഓൾ ഏഞ്ചൽസ്. എല്ലാ ദൂതന്മാരെക്കാൾ മുകളിലാണ് യേശുവിൻ്റെ നാമം. അടുത്ത പ്രത്യേകത യേശുക്രിസ്തുവിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചാപ്റ്റർ 3 വേഴ്സ് 2, 3-ാം അധ്യായം 2-ാം വാക്യം. അവൻ്റെ നാമം മോശയേക്കാൾ മികച്ച നാമമാണ്. ഹിസ് നെയിം ഈസ് എബവ് ദ നെയിം ഓഫ് മോസസ്. മോശയെക്കുറിച്ച് നമുക്കറിയാം, അവരുടെ ന്യായപ്രമാണം നൽകിയ വ്യക്തിയാണ് മോശ. അപ്പോൾ ന്യായപ്രമാണം നൽകിയ മോശയെ അവർ വലുതായി കണക്കാക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ മികച്ച ഒരു പടിയുടെ മുകളിലുള്ള യേശുവിനെക്കുറിച്ചാണ് ഇവിടെ ലേഖനകർത്താവ് അതേ ഹീബ്രൂസിൽ എടുത്തു കാണിക്കുന്നത്. അടുത്ത പ്രത്യേകത കാണുന്നത് ചാപ്റ്റർ 4 വേഴ്സ് 8. അവിടെ കാണാൻ കഴിയുന്നത് മോശയ്ക്ക് ശേഷം വന്ന അടുത്ത നേതാവ് ജോഷുവയാണ്. സോ യോശുവയേക്കാൾ മികച്ച നാമമുള്ളവനാണ് യേശു എന്ന് ചാപ്റ്റർ 4 വേഴ്സ് 8 നമുക്ക് കാണാൻ കഴിയും. യേശുവിൻ്റെ നാമം യോശുവയേക്കാൾ മികച്ച നാമം. 5-ാം അധ്യായം 13-ാം വാക്യത്തിലാണ് അബ്രഹാമിനേക്കാൾ മികച്ച നാമം. യഹൂദന്മാരുടെ തുടക്കം തന്നെ അതെ വിശുദ്ധ വേദപുസ്തകത്തിൽ തുടക്കം കുറിക്കുന്നത് അതെ വിശ്വാസത്താൽ ദൈവം വിളിച്ച് വേർതിരിച്ച അബ്രഹാമിൽ നിന്നാണല്ലോ. അപ്പോൾ ഈ അബ്രഹാമിനേക്കാൾ മികച്ച ഒരു നാമമുള്ള യേശുവിനെയാണ് 5-ാം അധ്യായം 13-ാം വാക്യം പരിചയപ്പെടുത്തുന്നത്. ചാപ്റ്റർ 5 വേഴ്സ് 13 ഈസ് എക്സ്പ്ലൈനിങ് അബൌട്ട് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് എബവ് ദ നെയിം ഓഫ് എബ്രഹാം. ചാപ്റ്റർ 7 വേഴ്സ് 1 അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മൽക്കിസദേക്കിനേക്കാൾ മികച്ച നാമമാണ് യേശുവിൻ്റെ നാമം. മൽക്കിസദേക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അബ്രഹാം അവന് ദാനങ്ങൾ, ധർമ്മങ്ങൾ, ദശാംശം ഒക്കെ കൊടുത്തുവെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നാമത്തേക്കാൾ മികച്ച നാമമുള്ള യേശുവിനെയാണ് എബ്രായ ലേഖനം 7:1 നമുക്ക് കാണുവാൻ കഴിയുക. 7-ാം അധ്യായം തന്നെ അതിൻ്റെ 6-ാമത്തെ വാക്യം ചാപ്റ്റർ 7 വേഴ്സ് 6 അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അഹരോനേക്കാൾ മികച്ച നാമമാണ് യേശുവിൻ്റെ നാമം. ഹിസ് നെയിം ഈസ് എബവ് ദ നെയിം ഓഫ് ആരൻ. അഹരോൻ്റെ നാമത്തേക്കാൾ മികച്ച ഒരു നാമം. അതുപോലെ 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 8-ാം അധ്യായം 2-ാമത്തെ വാക്യം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹിസ് നെയിം ഈസ് എബവ് ദ നെയിം ഓഫ് ടാബർനാക്കിൾ. അതേ സമാഗമന കൂടാരത്തേക്കാൾ മികച്ച നാമം യേശുവിൻ്റെ നാമത്തിനുണ്ട്. നമ്മൾ ഇന്ന് ദൈവസ്ഥലിൽ ആരാധിക്കാനായി അതിമനോഹരമായ ഈ ഒർലാൻഡോ IPCയുടെ ഈ ചർച്ചിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഈ സഭയോ അല്ലെങ്കിൽ ഈ കെട്ടിടമോ ഒന്നും അല്ല വലുത്. ഇവിടെ നാം ആരാധിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്
അതിശക്തമായിട്ടുള്ളത്. ആ നാമത്തിനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ മുമ്പിൽ കാണുന്ന മറ്റൊന്നിനും പ്രാധാന്യം കൊടുക്കാത്തവരാണ് പെന്തക്കോസ്തുകാർ. അത് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ യഹൂദ ജനത്തോടുള്ള ബന്ധത്തിൽ അവർ ആരാധിക്കാനായി കടന്നു വരുന്ന മനോഹരമായി ദൈവം അവരോട് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന സമാഗമന കൂടാരം, പിന്നത്തേതിൽ അതിൻ്റെ അടുത്ത വേർഷനായി കടന്നു വന്ന മനോഹരമായ യെരൂശലേം ദേവാലയം, ഇതിനെയൊക്കെ കണ്ട് അതിൻ്റെയൊക്കെ ഭംഗിയിൽ ആസ്വദിച്ച് നിൽക്കുന്നവരോട് പറയുകയാണ്, അതിലൊന്നുമല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത് ആരാധ്യനായ യേശുവിലാണ്, അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ എന്ന് പറഞ്ഞ് യേശുവിനെ ഉയർത്തി കാണിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് അതേ സമാഗമന കൂടാരത്തെക്കാൾ ശ്രേഷ്ഠമായ യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് ഇവിടെ എടുത്തു പറയുന്നു. 9-ാം അധ്യായം 11-12 വാക്യങ്ങൾ, ചാപ്റ്റർ 9 വേഴ്സ് 11 and 12. അവൻ്റെ നാമം ഏതൊരു യാഗത്തെക്കാൾ ഉത്തമമാണ്. ഹിസ് നെയിം ഈസ് എബവ് ഓൾ ദി സാക്രിഫൈസസ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പാപയാഗം, അകൃത്യയാഗം, കരപൂരണയാഗം തുടങ്ങിയ അനേക യാഗകർമ്മങ്ങൾ അവർ നടത്തിയിരുന്നു. ഇന്നും ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്, നാം ചെയ്യുന്ന കർമ്മപ്രവർത്തികൾ വലുതാണ്, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. പക്ഷേ തിരുവചനം പറയുന്നത് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലൊക്കെ ഉപരിയായി ക്രിസ്തു യേശു വലിയവനാണെന്ന് മനസ്സിലാക്കുവാൻ, ആ കർത്താവിനെ അംഗീകരിപ്പാൻ, ആ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, ആ കർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുവാൻ കഴിയുന്നെങ്കിൽ അതിൽ പരം ഭാഗ്യം വേറെയില്ല. ഈ ദിവസങ്ങളിൽ കർത്താവ് അതിനായിട്ട് നമ്മെ ഒരുക്കട്ടെ. കർത്താവിനോടൊപ്പം ചേർന്നുള്ളൊരു ആത്മീയ ജീവിതം നയിക്കുക, അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ചലഞ്ച്. 11-ാം അധ്യായത്തിൽ മുഴുവനായി നാം നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമം പഴയ നിയമത്തിലെ എല്ലാ വിശുദ്ധന്മാരെക്കാൾ അതിശ്രേഷ്ഠമായ നാമമാണ്. ഹിസ് നെയിം ഈസ് എബവ് ഓൾ ദ പീപ്പിൾ ദോസ് ഹു ആർ മെൻഷൻഡ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ്. എല്ലാ വിശുദ്ധന്മാരെക്കാൾ എടുത്തു പറയുവാൻ കഴിയുന്ന ഒരു നാമമാണ് യേശുക്രിസ്തുവിൻ്റെ നാമം. 13-20 നാം കടന്നു വരുമ്പോൾ ചാപ്റ്റർ 13 വേഴ്സ് 20 അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, യേശുവിൻ്റെ നാമം എല്ലാ ഇടയന്മാരെക്കാൾ മികച്ച നാമമാണ്. അവനാണ് ശ്രേഷ്ഠ ഇടയൻ. ഹി ഈസ് ദി ടോപ്പസ്റ്റ് ഓഫ് ഓൾ ഷെപ്പേർഡ്. എല്ലാ ഇടയന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമമുള്ള യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും. അടുത്തതായിട്ട് തിയോളജിക്കലി നാം ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. ഇത് നിങ്ങൾ കഴിയുമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് കുറിച്ച് വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ആരെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച്, ദ ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ഇന്ന് വിവിധ നിലയിലുള്ള ചിന്തകൾ, പരാമർശങ്ങൾ, പഠിപ്പിക്കലുകളൊക്കെ നടക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തുവിനെ ആരായിട്ടാണ് എബ്രായ ലേഖനം പഠിപ്പിക്കുന്നത് എന്നത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ആരെങ്കിലും യേശു ദൈവമല്ല എന്ന് പറഞ്ഞാൽ ഈ വാക്യങ്ങളോട് തീർച്ചയായിട്ടും യേശുക്രിസ്തു ദൈവമാണെന്നും ആരാധനയ്ക്ക് യോഗ്യനാണെന്നും നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ തീർച്ചയായിട്ടും ഇടയായിത്തീരും. നമുക്കറിയാമല്ലോ, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വിവിധ നിലയിലുള്ള പഠിപ്പിക്കലുകൾ വിശ്വാസ സമൂഹത്തിനിടയിൽ കടന്നു വരാറുണ്ട്. യേശുവിനെ ആരാധിക്കാൻ കഴിയുമോ, അവനൊരു ആരാധ്യനായ വ്യക്തിയാണോ ഇല്ലയോ എന്നുള്ള നിലയിലുള്ള ചിന്തകൾ. അതിൻ്റെ മധ്യത്തിൽ ഇന്നത്തെ ഈ ദൈവവചന ചിന്തകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ഒന്നാമതായിട്ട് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ, ഹീബ്രൂസ് ചാപ്റ്റർ 1 വേഴ്സസ് 4 and 5, യേശുക്രിസ്തുവിനൊരു മികച്ച നാമമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹി ഹാസ് എ വണ്ടർഫുൾ ഓർ യുണീക്ക് നെയിം. യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത് ഹിസ് നെയിം ഈസ് മാച്ച്ലെസ്. അതുല്യമായ എടുത്തു പറയത്തക്കവണ്ണമുള്ള ഒരു നാമത്തിന് ഉടമയാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമം ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു നാമമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന എത്രയോ വാക്യങ്ങൾ, ഈ വാക്യങ്ങളിലൂടെയെല്ലാം യേശുക്രിസ്തുവിൻ്റെ ജീവിതം, അവൻ്റെ ജീവിതത്തിൽ ഈ ഭൂമിയിലുണ്ടായിരുന്ന സമയങ്ങൾ, അവൻ്റെ വരവിനുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവൻ്റെ ജീവിതം, മരണം, അടക്കം, പുനരുത്ഥാനം, ഇനി കടന്നു വരുവാൻ പോകുന്ന രണ്ടാമത്തെ മടങ്ങിവരവ്, ഇതെല്ലാം എടുത്തു പറയുന്നു. ഇത് കാണിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അതുല്യതയാണ്, ശ്രേഷ്ഠതയാണ്. രണ്ടാമതായിട്ട് ദൂതന്മാർ യേശുവിനെ ആരാധിക്കുന്നു എന്ന് എബ്രായ ലേഖനം 1:6 നമുക്ക് കാണാൻ കഴിയും. ഹീബ്രൂസ് ചാപ്റ്റർ 1 വേഴ്സ് 6 മെൻഷൻ അബൌട്ട് ദി ഏഞ്ചൽസ് ആർ വർഷിപ്പിംഗ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ദൂതന്മാർ, യേശുവിനെ ദൂതന്മാർ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ
ദൂതന്മാർ അതിശ്രേഷ്ഠരാണ്. പലപ്പോഴും നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ പലരുടെയും മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുകയും ആത്മീയ കാര്യങ്ങൾക്ക് ഗൈഡൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ദൂതന്മാരെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. അതുല്യമായ ശക്തിയുള്ള, യുദ്ധം ചെയ്യുവാൻ കഴിയുന്ന, അനേകരെ തോൽപ്പിക്കുന്ന അതേ ശക്തിയുള്ള ദൂതന്മാർ. അവരെക്കാളൊക്കെ എത്രയോ മികച്ച ശ്രേഷ്ഠമുള്ള നാമമാണ് യേശുവിൻ്റെ നാമം. അല്ലെങ്കിൽ യേശുവിനെ ആ ദൂതന്മാർ ആരാധിക്കുന്നു. നമുക്ക് ആ കാര്യങ്ങൾ അതേ സുവിശേഷത്തിലും വ്യക്തമായി കാണുവാൻ കഴിയും. മൂന്നാമതായിട്ട് യേശുവിന് ദൂതന്മാരുടെ മേലുള്ള അധികാരത്തെക്കുറിച്ച് എബ്രായ ലേഖനം 1:7 വ്യക്തമാക്കുന്നുണ്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 1:7 highlights about the authority of Jesus Christ over the angels. ദൂതന്മാരുടെ മേൽ അധികാരമുള്ള യേശുവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അടുത്തതായിട്ട് എബ്രായ ലേഖനം തന്നെ 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 1:8. അവൻ എന്നും എന്നേക്കുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവൻ്റെ സിംഹാസനം എന്നും എന്നുമുള്ള സിംഹാസനമാണ്. അവൻ്റെ സിംഹാസനത്തിലാണ് അവനായിരിക്കുന്നത്. അത് എന്നും എന്നേക്കും ഉള്ളതാണ്. 5-ാമതായിട്ട് അവൻ പിതാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. എബ്രായ ലേഖനം 1:9 വാക്യം, ഹിബ്രൂ ചാപ്റ്റർ 1:9. അവിടെ കാണാൻ കഴിയും, ഹി വാസ് അനോയിൻറ്റഡ് ബൈ ഹിസ് ഫാദർ. അവൻ്റെ പിതാവിനാൽ അവന് ലഭിക്കപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തെക്കുറിച്ച് കാണുവാൻ കഴിയും. യേശുവിൻ്റെ മേൽ പകർന്ന അഭിഷേകം, അതേ അഭിഷേകം ആത്മാവിൻ്റെ ശക്തിയാൽ, ദൈവകൃപയാൽ നമുക്കും കർത്താവ് നൽകിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവൻ ലഭിക്കുന്ന അഭിഷേകം ഈ നാളുകളിൽ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിനുള്ള സീലാണ്. അത് ഈ നാളുകളിൽ നമുക്കും ഏറ്റെടുത്ത് കർത്താവിനെ പോലെ ഈ നാളുകൾ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു പെന്തക്കോസ്ത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ ചലഞ്ച് അതുതന്നെയാണ്. ഈ പാപപങ്കുലമായ ലോകത്ത് കർത്താവിനെ പോലെ ജീവിക്കുക, കർത്താവ് പറഞ്ഞു തന്നതുപോലെ ജീവിക്കുക, ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ട് ജീവിക്കുക, ക്രിസ്തുവിൽ ഒരു പുതിയ വ്യക്തിയായി മുന്നോട്ട് പോകുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. 6-ാമതായിട്ട് അവിടെ കാണാൻ കഴിയുന്ന 1-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അവൻ മാറ്റമില്ലാത്തവനാണ്, ശാശ്വതമായ സൃഷ്ടാവാണ്. ഹി വാസ് ദ ക്രിയേറ്റർ ആൻഡ് ഹീ ഈസ് അൺചേഞ്ചിങ്. മാറ്റമില്ലാത്ത ഒരു കർത്താവിനെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് എത്ര നല്ലതാണ്. ആരൊക്കെ മാറിപ്പോയാലും, പ്രശ്ന പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മളെ സഹായിക്കാമെന്ന് പറയുന്ന, നമ്മോട് കൂടെ നിൽക്കാമെന്ന് പറയുന്ന എല്ലാവരും മാറിപ്പോകും. പക്ഷേ ഹീ ഈസ് ആൻ അൺചേഞ്ചിങ് ഗാഡ്. നമ്മുടെ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്, നമ്മോട് കൂടിയിരിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യൻ എന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. 1-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, ചാപ്റ്റർ 1:10-12. അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ അനുഭവത്തെ കാണിക്കുന്ന മറ്റൊരു വാക്യം 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പുത്രൻ ഇരിക്കുന്നു. ഇത് കാണിക്കുന്നത് പുത്രൻ്റെ ഉന്നതമായ സ്ഥാനത്തെയാണ്. വി ക്യാൻ സീ ജീസസ് ക്രൈസ്റ്റ് ഈസ് സിറ്റിംഗ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ ഫാദർ ആൻഡ് ഇറ്റ് ഷോസ് ദ യുണീക്ക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെ 7 കാര്യങ്ങൾ. വേഗത്തിൽ ഞാൻ ആ പോയിന്റുകൾ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. യേശു ദൈവമാണെന്ന് തെളിയിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിയെക്കുറിച്ച് പറയുന്ന അതിപ്രധാനപ്പെട്ട വാക്യങ്ങൾ. എബ്രായ ലേഖനം 1:4-5 വാക്യങ്ങൾ യേശുവിന് മികച്ച ഒരു പേരുണ്ട്. 2-ാമതായിട്ട് എബ്രായ ലേഖനം 1:6 ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ ആരാധിക്കുന്നു. എബ്രായ ലേഖനം 1:7 വാക്യം, ദൂതന്മാരുടെ മേൽ യേശുവിന് അധികാരമുണ്ട്. എബ്രായ ലേഖനം 1:8 വാക്യം, അവൻ എന്നും എന്നേക്കും സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതുപോലെ തന്നെ 1:9 നമുക്ക് കാണാൻ കഴിഞ്ഞത് അവൻ പിതാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. 6-ാമതായിട്ട് അവൻ മാറ്റമില്ലാത്തവനാണ്, ശാശ്വതമായ സൃഷ്ടാവാണ്. എബ്രായ ലേഖനം 1:10-12 വാക്യങ്ങൾ, 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ 7-ാമതായിട്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പുത്രൻ ഇരിക്കുന്നു. ഇതും പുത്രൻ്റെ ഉന്നതമായ സ്ഥാനത്തെ കാണിക്കുന്നു. 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനോട് അനുബന്ധിച്ച് തന്നെ വിവിധ നിലയിൽ ഉള്ള ചിത്രീകരണങ്ങൾ, യേശു ആരാണെന്ന് എടുത്തു കാണിക്കുന്ന വിവിധ തരത്തിൽ യേശുവിനെ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏതൊക്കെ നിലയിലുള്ള ചിത്രീകരണമാണ് യേശുവിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ കാണാൻ കഴിയുന്നത്? 1-ാമതായിട്ട് ദൈവപുത്രൻ അല്ലെങ്കിൽ പുത്രൻ എന്നുള്ള നിലയിൽ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന വാക്യങ്ങൾ 1:3, 5, 8, 5-ാം അധ്യായം 5-8 വാക്യങ്ങൾ. അവിടെയൊക്കെ
ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള നിലയിൽ യേശുവിനെ ഉയർത്തി കാണിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന് അതേ എബ്രായ ലേഖനം നൽകുന്ന മറ്റൊരു പദമാണ് അല്ലെങ്കിൽ പേരാണ് ക്രിസ്തു. യേശുവിനെ ക്രിസ്തു എന്ന് അറിയപ്പെടുന്നു. ക്രിസ്തു എന്ന പേരിൽ അറിയപ്പെടുന്ന വാക്യങ്ങൾ 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, 7-ാം വാക്യം, ചാപ്റ്റർ 9 വേഴ്സ് 11, ടേൺ വേഴ്സ് 10 എന്നീ വാക്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിനെ ക്രിസ്തു എന്ന പേരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനെ മറ്റൊരു പേര് നൽകിയിരിക്കുന്ന കർത്താവ്, ലോർഡ്, കുറിയോസ് എന്ന പേരിൽ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, 13-ാം അധ്യായം 6-ാം വാക്യം ഈ വാക്യങ്ങൾ പഠിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിനെ കർത്താവ്, ലോർഡ് എന്ന പേരിൽ അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ കർത്താവിന് നൽകിയിരിക്കുന്ന മറ്റൊരു പേരാണ് എന്നും എന്നേക്കുമുള്ളവൻ, എന്നേക്കും ഇരിക്കുന്നവൻ. 1-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, ചാപ്റ്റർ 1 വേഴ്സസ് 10 to 12 ആൻഡ് ഓൾസോ ചാപ്റ്റർ 13 വേഴ്സ് 8. യേശു ക്രിസ്തു സൃഷ്ടാവാണ് എന്നതിന് 1-ാം അധ്യായം 10-ാം വാക്യം അതിശക്തമായ തെളിവായി നൽകുന്നു. ഹീ ഈസ് ദ ക്രിയേറ്റർ, ചാപ്റ്റർ 1 വേഴ്സ് 10. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം യേശു ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ 2-ാം അധ്യായം 10-ാം വാക്യവും 7-ാം അധ്യായം 25-ാമത്തെ വാക്യവുമാണ്, ചാപ്റ്റർ 2 വേഴ്സ് 10 ആൻഡ് 7:25. അവിടെ പറയുന്നത് യേശു ക്രിസ്തു നമ്മുടെ രക്ഷയുടെ ഉറവിടമാണ്. പ്രൈസ് ലോർഡ്. 1-2 പ്രൈസ് ലോർഡും സ്തോത്രവും അത് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമില്ലെന്ന് തോന്നുന്നല്ലോ. പ്രൈസ് ലോർഡ്. യേശു ക്രിസ്തു നമ്മുടെ രക്ഷയുടെ ഉറവിടമാണ്. ഹീ ഈസ് ദ സോഴ്സ് ഓഫ് അവർ സാൽവേഷൻ. നമ്മുടെ രക്ഷയുടെ ഉറവിടം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്ന് ഈ നിലയിൽ നമ്മൾ ഒരുമിച്ച് ഇവിടെ കടന്നു വരാൻ കാരണം, മെൽബണിലായിരുന്ന ഞങ്ങളും ഇവിടെ ഈ ഒർലാൻഡോ ഈ പ്രദേശത്തുള്ളവരും ഗസ്റ്റായിട്ട് വന്നവരും എല്ലാം ഇന്നിവിടെ കടന്നു വരാൻ ഏക കാരണം കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ്റെ കാൽവറി മരണമാണ്. യേശു നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ, അവൻ്റെ മക്കളായി നാം തീർന്നില്ലായിരുന്നെങ്കിൽ, അവൻ്റെ രക്തത്തിൽ ഞാനും നിങ്ങളും ആശ്രയിച്ച് പാപത്തിന് കഴികൾ പ്രാപിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നാം ഇവിടെ വാഴുന്നതിൽ യാതൊരു കാര്യവുമില്ല. ആകയാൽ ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ മക്കളായി തീരുവാൻ, അല്ലേ, ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ ഒരു പദവി, യോഗ്യത കർത്താവ് നമുക്ക് നൽകി. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അവൻ്റെ നാമം ഉയർന്നിരിക്കുന്ന നാമം. രക്ഷയുടെ ഉറവിടമാണ് യേശു ക്രിസ്തു. 2-ാം അധ്യായം 10-ാം വാക്യം, 7-ാം അധ്യായം 25-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 10 ആൻഡ് ചാപ്റ്റർ 7 വേഴ്സ് 25. യേശു ക്രിസ്തുവിന് എബ്രായ ലേഖനം നൽകുന്ന മറ്റൊരു പേരാണ് വിശ്വസ്തൻ, ഫെയ്ത്ത്ഫുൾ. ഈ വാക്യങ്ങളൊക്കെ, ഈ പദങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ക്രിസ്തുവിനെ പോലെ ആകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും വിശ്വസ്തതയുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. വിശ്വസ്തനായ കർത്താവിനെ സ്നേഹിക്കുന്ന, സേവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസ്തരാണോ? ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ അക്കൗണ്ടബിളാണ് എന്നുള്ള ചിന്തയോടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശ്വസ്തനായ ഒരു കർത്താവിനെ കണ്ടുമുട്ടുവാൻ, ഒരു ഫെയ്ത്ത്ഫുൾ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, അവനെ സ്നേഹിപ്പാൻ, സേവിപ്പാൻ കൃപയാൽ ദൈവം നമുക്ക് യോഗ്യതയും പദവിയും അധികാരവും നൽകിയതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ. ചാപ്റ്റർ 3 വേഴ്സ് 2. യേശു ക്രിസ്തുവിനെക്കുറിച്ച് എബ്രായ ലേഖനം നൽകുന്ന മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം, അവൻ പാപമോചനം നൽകുന്നവനാണ്. യേശുവിനെക്കുറിച്ച് പറയുന്ന അതിപ്രധാനപ്പെട്ട കാര്യം, പാപമോചനം നൽകുന്നവൻ. ഹീ ഈസ് ഏബിൾ ടു ഫോർഗീവ് അവർ സിൻസ്. നമ്മുടെ ഏത് പാപമായാലും, രക്താംബരം പോലെ കടിഞ്ചുമപ്പായ പാപമായാലും യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് കർത്താവേ തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ അവൻ നമ്മെ ക്ഷമിച്ച്, അവൻ നമ്മെ പുറത്ത്, അവൻ നമ്മെ കഴുകുന്ന കർത്താവാണ്. ഇന്നലെ വൈകിട്ടത്തെ ഫംഗ്ഷന് വേണ്ടി കടന്നു വന്ന സമയത്ത് കർത്താവിൻ്റെ ദാസൻ ജേക്കബ് മാത്യു പാസ്റ്റർ ഒരു മോനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ നീ എന്താ ചെയ്യുന്നത്? അവൻ പോയി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇച്ചിരി കുസൃതിയും ഇച്ചിരി വഴക്കാളിയൊക്കെ ഉള്ള ആളാണ്, പേര് ഞാൻ ഓർക്കുന്നില്ല, എനിവേ ഓർത്താലും പറയുന്നത് ശരിയല്ലല്ലോ. അവനിങ്ങനെ കുഴഞ്ഞു നിൽക്കുക, എന്താ പറയണ്ടേന്നറിയാതെ. അവസാനം പാസ്റ്ററങ്കിൾ തന്നെ അവനോട് പറഞ്ഞു, നീ ദൈവത്തോട് ക്ഷമ ചോദിക്കണം. നീ ഒരു തെറ്റ് ചെയ്താൽ തെറ്റ് പറ്റിയെന്ന് ദൈവത്തോട് പറയണം. അത് പറഞ്ഞിട്ടാണ് അവനെ വിട്ടത്. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കണം. തെറ്റ് പറ്റാത്തവരായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല. പക്ഷേ തെറ്റുകളുള്ള ലോകത്ത്, അബദ്ധങ്ങൾ സംഭവിക്കാമാകുന്ന ഈ ലോകത്ത് നമ്മെ കരുണയോടെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. പാപങ്ങളെ മോചിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ നമ്മെ എപ്പോഴും ചേർത്ത് പിടിക്കും. അവൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയുകയില്ല. തെറ്റുകളും കുറവശങ്ങളും കണ്ടാൽ മനുഷ്യർ എല്ലാം പറയും, അല്ലേ, പറയാവുന്നതെല്ലാം പറയും, കുറേ അധികമായിട്ട് ഇട്ടും അവർ സംസാരിക്കും. പക്ഷേ
നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മെ വിട്ടുകളയുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനല്ല, തള്ളിക്കളയുന്നവനല്ല, നമ്മെ ചേർത്ത് പിടിക്കുന്ന കർത്താവാണ്. പാപമോചനം നൽകുന്ന ഒരു യേശുവിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിനാൽ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2-ാം 17 9-ാം 26 വാക്യം, 10-ാം 10 ചാപ്റ്റേഴ്സ് 2:17, 9:26 and 10:10. ഈ വാക്യങ്ങളെല്ലാം കാണാൻ കഴിയുന്നത് പാപം മോചിക്കുന്ന യേശുവിനെ കുറിച്ചാണ്. യേശു ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേരാണ് അവൻ മധ്യസ്ഥനാണ്. ഹീസ് ദ മീഡിയേറ്റർ. നമുക്ക് പിതാവിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥനായി എബ്രായ ലേഖനം ചൂണ്ടിക്കാണിക്കുന്ന ഏക വ്യക്തി, വിശുദ്ധ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്ന ഏക വ്യക്തി, മധ്യസ്ഥൻ, മീഡിയേറ്റർ, ഒറ്റ വ്യക്തിയേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ചാപ്റ്റർ 8:6, 9:15, ചാപ്റ്റർ 12:24. ഈ വാക്യങ്ങൾ എപ്പോഴും മറ്റു മധ്യസ്ഥരെ ഉപയോഗിക്കുന്നവരെ കണ്ടാൽ തീർച്ചയായിട്ടും ഈ വാക്യങ്ങൾ എടുത്തു കാണിച്ചിട്ട് പറയണം, ലോകത്തിൽ ഒരൊറ്റ മധ്യസ്ഥനെ നമുക്കുള്ളൂ, അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി ജീവൻ നൽകിയ, നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ അവസാനത്തെ തുള്ളി രക്തവും നൽകിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരു മധ്യസ്ഥൻ ഈ ലോകത്തിലില്ല. മറ്റാരിലും മധ്യസ്ഥ വഹിച്ചാലും പ്രയോജനമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു. അത് നമുക്ക് ഉദ്ഘോഷിക്കുവാൻ, മറ്റുള്ളവരോട് പറയുവാൻ ദൈവമക്കളായി നമുക്ക് കഴിയണം. ചാപ്റ്റർ 13:20 അവിടെ നാം കാണുന്നത് അവൻ ശ്രേഷ്ഠ ഇടയനാണ്, ഏറ്റവും നല്ല ഇടയൻ, ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഇടയൻ. ഇടയൻ്റെ ജോലി കർത്താവിൻ്റെ ദാസന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് നന്നായിട്ടറിയാം, പരിപാലനമാണ് അല്ലേ? സഭയെ പരിപാലിക്കുക, ജനത്തെ പരിപാലിക്കുക, വേണ്ടത്രതായ ആത്മീയ കരുതൽ, സ്നേഹം, പ്രാർത്ഥന, സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അത് ചെയ്യുന്ന ഏറ്റവും നല്ല ശ്രേഷ്ഠ ഇടയനായി നമ്മുടെ കർത്താവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 23-ാം സങ്കീർത്തനത്തിൽ കാണുന്ന ഒരു നല്ല ഇടയൻ, ആ നല്ല ഇടയൻ്റെ എല്ലാ ക്വാളിറ്റീസും നമുക്ക് യേശു ക്രിസ്തുവിൽ കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് ശ്രേഷ്ഠ ഇടയനാണ്. 11-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചാപ്റ്റർ 4:14 and 15, 4-ാമത്തെയും 14-15 വാക്യങ്ങൾ പഠിക്കുന്ന സമയത്ത് അവൻ നമ്മുടെ മഹാപുരോഹിതനാണ്. ഹീ ഈസ് അവർ ഹൈ പ്രീസ്റ്റ്. നമ്മുടെ മഹാപുരോഹിതൻ. മഹാപുരോഹിതൻ്റെ അടുത്താണല്ലോ പഴയ നിയമത്തിൽ ജനം ചെന്നിട്ട് അവരുടെ പാപങ്ങൾ, അവരുടെ കുറ്റങ്ങൾ, കുറവശങ്ങളൊക്കെ പറയുന്നത്, യാഗത്തിന് വേണ്ടി മൃഗങ്ങളെ കൊണ്ടുവരുന്നത്. ഈ യാഗമൃഗത്തെ കൊണ്ടുവരുന്ന സമയത്ത് പുരോഹിതന്മാർ അതുപോലെ മഹാപുരോഹിതനൊക്കെ അതിൻ്റെ തലമേലെ പാപങ്ങളൊക്കെ വെച്ച് അതിനെ പകരം യാഗമാക്കുന്നത്. യേശു ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനായതുകൊണ്ട്, നമ്മുടെ ഹൈ പ്രീസ്റ്റ് ആയതുകൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താണ്? ഏത് സമയത്തും നമ്മുടെ വിഷയങ്ങളുമായിട്ട് ഓടിച്ചെന്നിട്ട് പറയാം, കർത്താവേ അവിടെ നിന്നെ സഹായിക്കണമേ, അവിടെ നിന്നോട് കരുണ തോന്നണമേ, എൻ്റെ വിഷയത്തിൽ അവിടെ നിന്ന് ഇടപെടണമേ. ഇന്ന് രാവിലെ ദൈവസന്നിധിക്കുന്ന ദൈവമക്കളെ നോക്കി ദൈവാത്മാവിൽ ഈ സമയത്തൊരു ദൂതായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാ വിഷയങ്ങളിലും എല്ലാ ആവശ്യങ്ങളിലും നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന, സമയകാല ഭേദമില്ലാതെ നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന, ഒരു അതിർവരമ്പുകളുമില്ലാതെ നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു കർത്താവ് അത് യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് പകൽക്കാലം ആ കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിച്ച് നന്ദി കാണിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയതോർത്ത് ഒരിക്കലൂടെ നിങ്ങളുടെ കരങ്ങളുയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ! അവൻ്റെ നാമം ഉന്നതമാണ്, ശ്രേഷ്ഠമാണ്. ആ നാമം ഹൈ പ്രീസ്റ്റിനേക്കാൾ വലിയൊരു നാമം. നമ്മുടെ മഹാപുരോഹിതൻ യേശു ക്രിസ്തു. ചാപ്റ്റർ 4:14 and 15. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അവൻ്റെ പേരുമായി ചേർത്ത് വെക്കുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ചാപ്റ്റർ 12:2 and 3, 12-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമാണ്. ഇന്ന് രാവിലെ ദൈവസന്നിധിക്കുന്ന ഈ മക്കളെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ഒരു വിഷയത്തിന് വേണ്ടി ഓടി ദൈവസ്ഥലിൽ ചെല്ലുന്ന ഒരു ദൈവ പൈതൽ, അവൻ്റെ വിശ്വാസത്തിൽ അവൻ കർത്താവിനെ മുറുകെ പിടിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, റോയ് പാസ്റ്റർ അല്ല പറയുന്നത്, കർത്താവിൻ്റെ ദാസൻ ജേക്കബ് പാസ്റ്റർ അല്ല പറയുന്നത്, ഈ സഭയിലെ ഒരു എൽഡേഴ്സും അല്ല പറയുന്നത്, അതിൻ്റെ പൂർത്തീകരണം യേശു ക്രിസ്തുവിൽ കാണുവാൻ കഴിയും. വിശ്വാസത്തിൻ്റെ നായകൻ കർത്താവാണെങ്കിൽ ആ കർത്താവിനെ മുറുകെ പിടിക്കുന്ന എന്നോടും നിങ്ങളോടും കൂടിരുന്ന് ആ വിശ്വാസത്തെ പൂർത്തീകരിച്ച് അതിൻ്റെ അവസാനത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളെ കാണുവാൻ ആത്മീയമായി നമ്മുടെ കണ്ണുകളെ ഈ ദിവസങ്ങൾ ദൈവം തുറക്കട്ടെ. നമുക്കതിനായിട്ട് ദൈവത്തോട് തന്നിൽ പ്രാർത്ഥിക്കാം.
7-ാം അധ്യായത്തിലെ 26-ാം വാക്യത്തിൽ യേശുവിൻ്റെ വിവിധ പേരുകൾ നമുക്ക് കാണാൻ കഴിയും. അവനെക്കുറിച്ച് പറയുന്നത് അവൻ പവിത്രനാണ്. അതുപോലെ അതേ വാക്യത്തിൽ പിന്നെയും നാം കാണുന്നു, ചാപ്റ്റർ 7:26, പവിത്രൻ. അതുപോലെ കാണാൻ കഴിയുന്നു നിർദോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദോഷവും ഇല്ലാത്തവൻ. പിന്നീട് കാണുന്നത് അവൻ നിർമ്മലനാണ്, അവനിൽ യാതൊരു മാലിന്യവും നമുക്ക് കാണാൻ കഴിയില്ല, ചാപ്റ്റർ 7:26. വീണ്ടും കാണുന്നു അതേ വാക്യം, പാപികളോട് വേർപെട്ടവനാണ്, പാപികളെ സ്നേഹിക്കുന്നു, പാപത്തെ ക്ഷമിക്കുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ പാപത്തോടും പാപ സ്വഭാവങ്ങളോടും ചേർന്ന് നിൽക്കാതെ അവൻ പാപികളോട് വേർപെട്ടിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. അതേ വാക്യം വീണ്ടും പറയുന്നു, അവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായ ദൈവമാണ്. സ്തോത്രം. അടുത്ത വാക്യം 9-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യമാണ്, ചാപ്റ്റർ 9:28. ഇനിയും വീണ്ടും അവൻ പ്രത്യക്ഷപ്പെടാൻ പോകുന്നവനാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രാധാന്യത, അവൻ്റെ പേരിൻ്റെ പ്രാധാന്യത, അവൻ വീണ്ടും കടന്നു വരാൻ പോകുന്നു. ചാപ്റ്റർ 10:19, 10-ാമത്തെ പോയിൻ്റാണ്, അവനൊരു പുതിയ വഴിയാണ്. ഹീസ് എ ന്യൂ വേ, ഒരൊറ്റ വഴി. ആ വഴി കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തുവാനുള്ള, സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഏക വഴി, ഏക മധ്യസ്ഥൻ എന്ന് അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ, ഹീ ഈസ് ദ ഓൺലി വേ. ദാറ്റ് വേ ഈസ് ലീഡിങ് ടു ഗാഡ് അവർ ഫാദർ, ഓർ ദാറ്റ് വേ ഈസ് ലീഡിങ് ടു ഹെവൻ. സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഏക വഴി, ഏക വാതിൽ യേശുക്രിസ്തു മാത്രമാണെന്ന് 10-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുകയാണ്. 13-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നമ്മെ കൈവിടാത്തവൻ, ഒരിക്കലും ഉപേക്ഷിക്കാത്തവൻ. നല്ലൊരു കർത്താവ് അല്ലേ? യേശുക്രിസ്തുവിൻ്റെ വളരെ പ്രാധാന്യതയെക്കുറിച്ച്, അല്ലെങ്കിൽ അവൻ്റെ പേരിൻ്റെ വിവിധ പേരുകളെക്കുറിച്ച് ഒക്കെ നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞു. ഇനിയും യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റ് ചില കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ വേഗത്തിൽ കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട 3 പ്രത്യേകതകൾ ഈ എബ്രായ ലേഖനത്തിൽ നിന്ന് നാം നോക്കിയാൽ, ദൈവപുത്രനായ യേശുക്രിസ്തു മുൻപേ ഉള്ളവനാണ്, അവൻ ശാശ്വതവാസിയാണ്. കൂടാതെ യേശു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവാണ്. 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിഞ്ഞു. അവൻ സകല യുഗങ്ങൾക്കും മുൻപേ ഉണ്ടായിരുന്നവനാണ്. സൃഷ്ടികർമ്മത്തിൽ ദൈവത്തിൻ്റെ കൂടെ അവൻ ഉണ്ടായിരുന്നവനാണ്. അവൻ നിത്യനായ ദൈവമാണ്, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നും എന്നും എന്നേക്കും അനന്യനായ ഒരു കർത്താവിനെ കണ്ടുമുട്ടുവാനും സ്നേഹിപ്പാനും കൃപ നൽകിയതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവതാര പുത്രൻ എന്ന നിലയിൽ അവൻ മനുഷ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും പാപങ്ങൾക്ക് നിത്യമായ പരിഹാരം വരുത്തുകയും ചെയ്തു. 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഈഹലോകത്തിലെ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, അതിൻ്റെ മധ്യത്തിലെല്ലാം തന്നെ ഓടിച്ചെന്ന് നമുക്ക് ആശ്രയിക്കുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവായി യേശു ഇന്നും മനപജാതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. 3-ാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, പുത്രൻ എന്നുള്ള നിലയിൽ അവൻ പാപപരിഹാരം വരുത്തി ഏൽപ്പിച്ച കാര്യം അവൻ പൂർത്തീകരിച്ചു. യേശുക്രിസ്തുവിൽ കാണുവാൻ കഴിയുന്ന അതിപ്രധാനപ്പെട്ട സംഗതി അതാണ്. എന്താണോ പിതാവ് ഏൽപ്പിച്ചതായ കാര്യം, അത് പൂർണ്ണമായി പൂർത്തീകരിച്ചിട്ട് അവൻ പറയുകയാണ്. കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് അവസാനം പറഞ്ഞ ആ വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സകലതും നിവൃത്തിയായി. ദൈവമക്കളെ, ഞാൻ ആ ചലഞ്ച് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കട്ടെ. പൗലോസ് ഇതുപോലൊരു വാക്ക് പറഞ്ഞില്ലേ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ദൈവമക്കളായ എൻ്റെയും നിങ്ങളുടെയും വലിയ ഒരു ചലഞ്ച് അതാണ്. ദൈവവചനപ്രകാരം ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് യേശു പറഞ്ഞതുപോലെ സകലവും നിവൃത്തിയായി, സകല കാര്യങ്ങളും ദൈവം എന്നെ ഏൽപ്പിച്ചത് ചെയ്തു എന്നുള്ള ഒരു നല്ല ഉത്തമ വിശ്വാസത്തോടെ ഈ ഭൂമി വിട്ട് കടന്നു പോകുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. അവനിൽ ആശ്രയിച്ചാൽ, അവനിൽ പറ്റിച്ചേർന്ന് നിന്നാൽ, അല്പം മുമ്പ് ഞാൻ പറഞ്ഞ വാക്യത്തിൽ നാം ചിന്തിച്ചതുപോലെ അവൻ വിശ്വാസത്തിൻ്റെ നായകനും ആ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്ന വ്യക്തിയെ അതിൻ്റെ പൂർത്തീകരണത്തിൽ കൊണ്ടെത്തിക്കുന്ന നല്ല ദൈവമാണ്. ആ ഒരു വിശ്വാസത്തിന് വേണ്ടി മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 2 വാക്യങ്ങൾ നിങ്ങൾക്കാർക്കെങ്കിലും ദൈവവചനം എടുത്ത് വായിക്കുവാൻ കഴിയും. ഞാൻ മലയാളത്തിൽ തന്നെ കൂടുതൽ കാര്യം പറഞ്ഞതുകൊണ്ട് ആ മലയാളത്തിലുള്ള വാക്യങ്ങൾ തന്നെ വായിച്ചാൽ എനിക്ക് സഹായകരമായിരിക്കും. നാം വായിക്കുന്ന വാക്യം എബ്രായ ലേഖനത്തിൽ നിന്നല്ല, സങ്കീർത്തനത്തിൽ നിന്നാണ്. 86-ാം സങ്കീർത്തനം 8 മുതൽ 10 വരെയുള്ള വാക്യം, 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലൂടെ വായിച്ച് ധ്യാനിച്ച് ഇന്നത്തെ ബൈബിൾ സ്റ്റഡി അവസാനിപ്പിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്.
Psalm 86 verses 8 to 10, verses 12 to 13. Yeah. കർത്താവിനെക്കുറിച്ച് പറയുന്ന ചിന്തകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. യേശുവിനെക്കുറിച്ച്, നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുന്ന ചിന്തയാണ്. അതേ നാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവേ, നിനക്ക് തുല്യനായി ആരുമില്ല. പിന്നെ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിക്ക് തുല്യമായ മറ്റൊരു പ്രവൃത്തിയും ഇഹലോകത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അവനിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ അങ്ങനെ അതിശക്തമായി ഇന്നും പ്രവർത്തിക്കുന്ന പ്രവർത്തനം മറ്റ് എവിടെയും ഒരിടത്തും കാണാൻ കഴിയുകയില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ ചർച്ചിൽ പറയാനിടയായി, നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ഏറ്റെടുക്കേണ്ടത് നമ്മുടെ പരിശുദ്ധാത്മാവാണ്. നാം നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ചർച്ചിൻ്റേതോ നമ്മുടെ വ്യക്തികളിലേക്ക് കൊടുക്കുന്നതിനേക്കാൾ എത്ര നല്ലതാണ് പരിശുദ്ധാത്മാവ് അഡ്വർടൈസ്മെൻറ്റ് ഏറ്റെടുത്താൽ, ആത്മപ്രവൃത്തി സഭയിൽ നടന്നാൽ, ദൈവപ്രവൃത്തി സഭയിൽ നടന്നാൽ, പാസ്റ്റർ ഈ സഭ പോരാതെ വരും, ബാക്കി സ്ഥലത്തോട് ചർച്ച് പണിയേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പല ടേണായിട്ട് നമ്മുടെ ആരാധന നടത്തേണ്ടി വരും. കാരണം ഇവിടെ ഒരു ദൈവപ്രവൃത്തി നടന്നാൽ, യഥാർത്ഥത്തിൽ ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടേക്ക് ആത്മഭാരത്തോടെ ജനം ഓടി വരില്ലേ? അവിടെ ദൈവ വിടുതൽ നടക്കുന്നുവെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് ജനം ഓടി വന്നിട്ട്, ഓ, നിങ്ങളുടെ മധ്യത്തിൽ ദൈവമുണ്ട്, യഥാർത്ഥ ദൈവമുണ്ട്, ആ ദൈവത്തെ എനിക്ക് ആവശ്യമാണെന്ന് പറയാൻ ഇടയായിത്തീരും. ഇവാൻ റോബർട്ട്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വെയിൽസിലെ ആത്മീയ ഉണർവിന് നിദാനമായി തീർന്ന വ്യക്തിയാണല്ലോ ഇവാൻ റോബർട്ട്സ്. അദ്ദേഹം തൻ്റെ മുറിയിൽ ദീർഘവർഷങ്ങൾ തൻ്റെ കാർപ്പറ്റിൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, വെയിൽസിനെ എനിക്ക് തരണമേ, കർത്താവേ, ഈ ദേശത്തെ നേടാൻ എന്നെ സഹായിക്കണമേ എന്ന് അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ അനന്തരഫലമാണ് വെയിൽസിൽ വലിയൊരു ആത്മീയ ഉണർവ് ഉണ്ടാകുവാനിടയായി തീർന്നത്. അനേകർ, ലക്ഷക്കണക്കിന് ആളുകൾ ദൈവസനിലേക്ക് വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അവിടെയുള്ളതായ എല്ലാ തിയേറ്റേഴ്സും ക്ലോസ് ചെയ്തു. കാരണം അവിടെയെങ്കിലും പോകാൻ ആളില്ല. പബ്ബുകൾ ക്ലോസ് ചെയ്തു, അവിടേക്ക് പോകാൻ ആളില്ല. പകരം ജനം ദൈവസന്നിധിയിലേക്ക് വന്ന് അവിടുത്തെ ചർച്ചിൽ ആളുകളെ കൊണ്ട് നിറയുവാനിടയായി. ഈ ദിവസങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു അതേ സാന്നിധ്യം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടുമ്പോൾ, അവിടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നടക്കുമ്പോൾ, ആദിമ സഭയിൽ നടന്നതുപോലുള്ള ദൈവപ്രവൃത്തി നമ്മുടെ ഇടയിൽ കാണപ്പെടുവാൻ തുടങ്ങുമ്പോൾ, മറ്റുള്ളവർ അത് കേട്ടിട്ട് ദൈവസ്ഥലിലേക്ക് ഓടി വന്ന് നെടുമ്പാട് വീഴുന്ന ഒരു അനുഭവം ഈ നാളുകൾ നമ്മുടെ സഭയിലുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സഭയായി തീരുവാൻ ഈ ഒർലാൻഡോ IPC ചർച്ചിനെ ദൈവനാമത്തിൽ ഞാൻ അതിനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. ദൈവനാമത്തിൽ ഈ ചാലഞ്ച് നിങ്ങളുടെ മേൽ കൈമാറുന്നു. ദൈവമക്കളെ, അതിനായി നമുക്ക് ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. ആ വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം വേഗത്തിൽ. അടുത്ത വാക്യം. അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. സകല ഗോത്രങ്ങളിൽ നിന്ന്, സകല ഭാഷകളിൽ നിന്ന്, സകല ജാതി ജനങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നെടുമ്പാട് വീണിട്ട് ഒരു കാര്യം പറയും, ഹീസ് ലോർഡ്, അവൻ മാത്രം കർത്താവ്. ഇന്ന് കർത്താവിനെ കർത്താവെന്ന് അറിഞ്ഞ് അവനെ ആരാധിക്കാൻ നമുക്ക് ദൈവം കൃപ നൽകി. എന്നാൽ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഈ കർത്താവിനെ കർത്താവെന്ന് അംഗീകരിക്കാതെ ദൈവനിഷേധികളായി പോകുന്ന അനേകർ, ഓസ്ട്രേലിയയിലെ ഈ അടുത്ത കാലത്തെ കണക്കെടുപ്പിൽ അറിയാൻ കഴിഞ്ഞത്, മെജോറിറ്റി ആൾക്കാർ നോ റിലിജിയൻ, അവർക്ക് മതമേ വേണ്ട, ദൈവത്തെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ജനം വർദ്ധിച്ചു വരുമ്പോൾ, ഞാൻ ഈ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ചർച്ചുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒരുപാട് പെന്തക്കോസ്റ്റൽ ചർച്ചുകൾ, വിശേഷാൽ ഡാളസിലൊക്കെ എവിടെയൊക്കെ യാത്ര ചെയ്താലും ഒരുപാട് ചർച്ചുകൾ കാണാൻ കഴിഞ്ഞു. ഞാൻ ഒരുപാട് ദൈവത്തെ മഹത്വപ്പെടുത്തി. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമാണെന്ന് ഓർപ്പാനിടയായി. ഇവിടെയും പാപങ്ങളോ പാപപ്രവൃത്തികളോ ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിൽ ഒരു കൂട്ടം ജനം കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ, സൺഡേയിലൊക്കെ അനേകർ ദൈവസ്ഥലിലേക്ക് വന്ന് ദൈവത്തെ ആരാധിക്കുന്ന കാണാൻ ദൈവം കൃപ നൽകിയല്ലോ എന്ന് ഓർക്കുമ്പോൾ എത്ര സന്തോഷം, എത്ര ആനന്ദമാണ്. സ്തോത്രം. നോക്കൂ, കർത്താവിനെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവമെന്നറിഞ്ഞ് അവനെ ആരാധിപ്പാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ, അവന് സ്തോത്രം കരയേറ്റുവാൻ, അവന് സ്തുതി കരയേറ്റുവാൻ ദൈവം ഒരുക്കുന്ന സമയത്തിനായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവത്തെ ഈ ഭൂമിയിൽ വെച്ച് ആ ദൈവമെന്ന് ഏറ്റുപറഞ്ഞില്ലെങ്കിലും
ഇതാ നമുക്കൊരു സമയം കാണുന്നു, സകല ഗോത്രങ്ങളിൽ നിന്നും സകല ഭാഷകളിൽ നിന്നും സകല ജാതികളിൽ നിന്നും ഒരു കൂട്ടം ജനം വന്നിട്ട്, എല്ലാവരും സ്തോത്രം, സകല നാവും എന്നാണ് തിരുവചനത്തിൽ കാണുന്നത്. ആ വാക്യങ്ങളിലേക്ക് പോകാൻ സമയം അനുവദിക്കുന്നില്ലല്ലോ. എല്ലാ ജാതികളിൽ നിന്നും സകല ഗോത്രങ്ങളിൽ നിന്നും സകല ഭാഷകളിൽ നിന്നുമുള്ള ജനം വന്നിട്ട് ഒരു കാര്യം പറയുന്നു, യേശു ക്രിസ്തു കർത്താവ്.